So Vladimir Putin is going to visit India and Modi going Beijing. Do you think that India, China, Russia, and even Brazil is going to stand up together against Trump bullying? ഞാൻ അതിനെക്കുറിച്ച് ഇന്നലെ ഒരു ലൈവ് തന്നെ നടത്തിയിരുന്നു. ഈ ബ്രിക്സ് വഴിയൊന്നും എനിക്കത്ര അങ്ങോട്ട് ഇതായിട്ട് തോന്നുന്നില്ല. എന്താണ് സ്റ്റാൻഡിങ് ടുഗദർ? നോക്കൂ, ഇവന്മാരെല്ലാം താല്പര്യങ്ങളെന്ന് നോക്കൂ. റഷ്യക്ക് എന്താണ്, റഷ്യ എന്താണ് ഓപ്പറേഷൻ സിന്ധു സമയത്ത് ചെയ്തത്? എനിക്ക് അതിനകത്തൊന്നും ഒരു പിന്നെ ചൈന എന്ത് ഇന്ത്യയോട് ഇത് കാണിക്കുന്നത് നിങ്ങൾ പറയുന്നത്? ചൈനയായിട്ട് ഒരു പ്രാക്ടിക്കൽ റിലേഷനിൽ യുദ്ധമൊന്നും ഇല്ലാതെ, അതിർത്തി മാന്തലൊന്നും ഇല്ലാതെ ഇങ്ങനെ അങ്ങ് പോവുക. അല്ലാതെ ചൈന വഴി പുരോഗമിച്ച് കളയാം, റഷ്യ വഴി എന്തായാലും പുരോഗമിക്കാൻ പറ്റത്തില്ല. റഷ്യയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നത് ആയുധങ്ങളാണ് പ്രധാനമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്നത്. അതിപ്പോൾ കുറച്ചിട്ടുണ്ട്, ഗണ്യമായിട്ട് കുറച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിക്കാൻ പറ്റുന്ന എണ്ണയാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കാൻ പറ്റണമെങ്കിൽ ഈ യുക്രൈൻ റഷ്യ യുദ്ധം നിൽക്കണം. ഞാൻ പോസിബിളായിട്ട് ഞാൻ പറയാണ്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ എണ്ണയുടെ വില കൂട്ടും. റഷ്യ നമുക്കിപ്പോൾ എണ്ണ കുറഞ്ഞ വിലയിൽ സബ്സിഡൈസ് ചെയ്ത് തരുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, അല്ലെ തന്നുകൊണ്ടിരുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവനിങ്ങനെ വിറ്റഴിക്കാൻ വഴിയില്ല, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം 2 ദിവസം വെച്ച് കുറയ്ക്കാനൊന്നും പറ്റത്തില്ല. ആ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെവിടെ കൊണ്ട് തള്ളുന്നത്? നിങ്ങൾക്കറിയാം, കോവിഡ് സമയത്ത് മൈനസ് വില പോയി ക്രൂഡ് പെട്രോളിയത്തിന് അമേരിക്കയില്. മൈനസ്. ഇങ്ങോട്ട് വന്ന് നിങ്ങൾ എടുത്തുകൊണ്ട് പോകും എന്നുള്ള അവസ്ഥയായി. ഇതാണ് സപ്ലൈയും ഡിമാൻഡുമാണ് വസ്തുക്കളുടെ ഇതെല്ലാം നിശ്ചയിക്കുന്നത്. എപ്പോഴും വില നിശ്ചയിക്കുന്നത്. അപ്പൊ റഷ്യ വഴി അങ്ങ് കയറിക്കളയാം എന്ന്. റഷ്യ വഴി ഏത് രാജ്യമാണ് കയറിയത്? മൈ ഡിയർ, ആരാ ചോദിച്ചേ? കൃഷ്ണ, ഏത് രാജ്യമാണ് റഷ്യ വഴി പുരോഗതിയിലേക്ക് പോയത്? അമേരിക്കയ്ക്ക് ഒന്നുമില്ലെങ്കിലും ജപ്പാനെ ചൂണ്ടിക്കാണിക്കാം, പശ്ചിമ ജർമ്മനിയെ ചൂണ്ടിക്കാണിക്കാം, എൻ്റെ യൂറോപ്പിനെ ചൂണ്ടിക്കാണിക്കുക. എൻ്റെ യൂറോപ്പ് അമേരിക്കയുടെ സെക്യൂരിറ്റി അംബ്രലയുടെ കീഴിൽ നിന്നുകൊണ്ട് 1%, 1.25% ഒക്കെ യുദ്ധ സൈനിക ബജറ്റ് വെച്ചുകൊണ്ടാണ് അവർ കച്ചവടം ചെയ്ത് കയറി വരുന്നത്. ജർമ്മനിയുടെയൊക്കെ പുരോഗതിക്ക് പിന്നിൽ കമ്പൈൻ ജർമ്മനിയും മറ്റേ പശ്ചിമ ജർമ്മനിയും എല്ലാം നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ഒരിതുണ്ട്. സൗത്ത് കൊറിയ അമേരിക്കയുടെ സംരക്ഷണയിൽ വളർന്ന രാജ്യമാണ്. ജപ്പാൻ. പക്ഷെ റഷ്യയുടെ ഇതുകൊണ്ട് ഏത് രാജ്യമാണ് കയറി വന്നത്? അങ്ങനെ ഒരു ചരിത്രമുണ്ടോ? എനിക്കറിയാം. സോവിയറ്റ് യൂണിയൻ കൊണ്ട് പുരോഗതിയിലേക്ക് പോയ ഏത് രാജ്യമാണ്? ഞാൻ വേറെ ഇനിയും രാജ്യങ്ങളെ പറയാം. എസ്റ്റോണിയ, ലാറ്റ്വിയ ആൻഡ് ലിറ്റ്വേനിയ, 3 ബാൾട്ടിക് റിപ്പബ്ലിക്കുകൾ. അവരുടെ എക്കോണമി ടൈഗേഴ്സ് ആണ്. ഇപ്പോഴും റഷ്യയുടെ ഭീഷണിയില്ല. റഷ്യ എന്തുകൊണ്ടാണ് അവരെ ഇഷ്ടപ്പെടാത്തത്? റഷ്യയിൽ നിന്ന് പോയതുകൊണ്ടല്ല. ലിത്വേനിയൊക്കെ ആദ്യം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചാണ് സോവിയറ്റ് യൂണിയൻ. അവർ ഈ വെസ്റ്റുമായിട്ട് അലയൻസ് നടത്തുന്നു, ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥകൾ ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു, വൈബ്രന്റ് എക്കോണമി ആവുന്നു. യുക്രൈൻ്റെ കാര്യത്തിലും അതാണ്. ഈ യൂറോപ്പിലേക്ക് ചേരുന്നതാണ് ഇവർക്ക് വലിയ പ്രശ്നം. ജോർജിയയുടെ കാര്യത്തിലും അതാണ്. റഷ്യ എന്ന് പറഞ്ഞാൽ പഴയ ഒരു എന്താ പറയുന്ന ഒരു എലിപ്പത്തായ മോഡൽ സാധനമാണ്. അതിനോട് ഒട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആയുധങ്ങളും വാങ്ങിച്ച് എണ്ണയൊക്കെ തരും. ഒരു പഴഞ്ചൻ ഏർപ്പാടാണ് ഉള്ളത്. വേറെ ഒരു പുരോഗതിയുള്ള രാജ്യം അല്ല ശരിക്കും. അതൊരു വിഷയമാണ്. അത് റഷ്യയും ചൈനയും ഇന്ത്യയും കൂടെ ചേർന്ന്, അല്ല യുദ്ധമൊക്കെ വരികയാണെങ്കിൽ ഓക്കെയാണ്. 3 രാജ്യങ്ങളും അങ്ങോട്ട് വിടാൻ സാധനം ഇഷ്ടം പോലെ റഷ്യയുടെ ഇടയിലുണ്ട്, ചൈനയുടെ ഇടയിലുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയാണ്. യുദ്ധം വരികയാണെന്നുണ്ടെങ്കിൽ 3 പേരും കട്ടക്ക് നിൽക്കാന്നുണ്ടെങ്കിൽ നല്ലൊരു ഫോർമിഡബിൾ ശക്തിയാണ്. നമ്മൾ യുദ്ധത്തിന് വേണ്ടി അല്ല നമ്മൾ പോളിസി ഉണ്ടാക്കേണ്ടത്. യുദ്ധസമയത്തിന് വേണ്ട പോളിസി അല്ല വേണ്ടത്. നമ്മൾ യുദ്ധമൊന്നും ഇല്ലാതിരിക്കുന്ന അവസരത്തിൽ ഒരു രാജ്യത്തിന്, ഒരു ജനതയ്ക്ക് ഇങ്ങനെ പരിഷ്കരിച്ച് മുന്നോട്ട് പോകാം എന്നാണ് നമ്മൾ നോക്കേണ്ടത്.